ദന്തൽ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ ഡോക്ടർ റാമിനെ വിട്ടയച്ചത് ക്രൈംബ്രാഞ്ചിന്റെ ഗുരുതര വീഴ്ചയെന്ന് വിലയിരുത്തൽ. അറസ്റ്റിന്റെ കാരണം രേഖാമൂലം പ്രതിയെ അറിയിക്കുന്നതിലാണ് വീഴ്ച സംഭവിച്ചത്. അറസ്റ്റ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിക്കാൻ വൈകിയെന്നും ആരോപണം ഉണ്ട്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ക്രൈംബ്രാഞ്ചിന് ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് വിലയിരുത്തൽ. അറസ്റ്റിന്റെ കാരണം രേഖാമൂലം പ്രതിയെ അറിയിക്കുന്നതിനടക്കം വീഴ്ച പറ്റിയതോടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് കോടതി റാമിനെ വെറുതെ വിട്ടിരുന്നു. മാത്രമല്ല, അറസ്റ്റ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിക്കാൻ വൈകിയെന്നും ആരോപണമുണ്ട്. ഡോക്ടർ MK റാമിന്റെ അറസ്റ്റിൽ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും ഇക്കാര്യത്തിൽ ഉത്തരമേഖല IG-യോട് റിപ്പോർട്ട് തേടിയതായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അതെന്താണെന്ന് പരിശോധിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ പോലീസ് സ്വീകരിക്കേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട എല്ലാ നിബന്ധനകളും സുപ്രീം കോടതി ഉത്തരവുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഉത്തരമേഖല IG പുട്ട വിമലാദിത്യയോട് ആവശ്യപ്പെട്ടു. കൂടാതെ കേസ് അന്വേഷിക്കാൻ IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പുതിയ സംഘത്തെ നിയോഗിച്ചു. കുടുംബത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം തുടർ നീക്കങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് അന്വേഷണ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമുണ്ടെന്നാണ് സൂചന. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനുമാണ് തീരുമാനം. ജനം, കണ്ണൂർ.